പച്ചടി ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പോൾ നമ്മുടെ ഓണസദ്യ സീരീസിൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാം. പച്ചടി ഉണ്ടാക്കിയിട്ടുള്ളത് ഇളവനെ കൊണ്ടാട്ടോ. അത് വെള്ളരീനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ നമ്മളെ പച്ച പപ്പായില്ലേ അതിനെ കൊണ്ട് ഉണ്ടാക്കാം, എങ്ങനെ വേണേലും ഉണ്ടാക്കാം. കൂടുതൽ ആൾക്കാരും എനിക്ക് തോന്നുന്നു വെള്ളരീനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. എങ്ങനെയാലും പ്രോസസ്സ് എല്ലാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാധനങ്ങളോ കഷ്ണങ്ങളോ ഇങ്ങനെ മാറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം വെൽക്കം ടു ഓണസദ്യ സീരീസ് പാർട്ട് 2. അപ്പോൾ ഇതാണ് ഇളവൻ. വെള്ളരി കിട്ടുകയാണെങ്കിൽ അത് തന്നെയാട്ടോ ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനൊരു ഹാഫാണ് എടുക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരുവിൻ്റെ പോർഷനൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. വലുതായിട്ടല്ല, കുറച്ച് കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, കുറച്ച് ഇഞ്ചി, കുറച്ച് ജീരകം, പച്ചമുളക് ഇത്ര ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് അതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. കാരണം കടുക് ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മതി. എന്നിട്ട് ആ അരപ്പ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇളവനിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട ഉടച്ച് വെച്ചിട്ടുള്ള തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യുക, തേങ്ങ, ജീരകം, ഇഞ്ചിയൊക്കെ അരയ്ക്കുന്നില്ല, ആ സമയത്ത് നമുക്ക് തൈര് തന്നെ അത് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെയാണ് പെട്ടെന്ന് പരിപാടി കഴിയും. പിന്നെന്താ, ലാസ്റ്റ് കടുക് താളിച്ചിടുക, അത്രേ വേണ്ടൂ. എന്നാൽ പിന്നെ എല്ലാവരും ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.